അപ്പൊ നമ്മള് രണ്ടാമത്തെ ഒരു ഡ്രിങ്ക് പരീക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിനും കുറെ ദിവസമായിട്ട് പറയണ്ടായിരുന്നു ഉപ്പിലിട്ടത് കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഉപ്പിലിട്ടതില്ല നമ്മുടെ കയ്യില്. നെല്ലിക്ക കാന്താരിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. റോബിനും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് നെല്ലിക്ക സംഭാരം, നെല്ലിക്ക കാന്താരി ഒക്കെ. ഇത് വരുന്നത് റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് ബ്രാൻഡ് നമ്മൾ ചെയ്യാൻ പറഞ്ഞ പോലെ നമുക്ക് കഴിച്ച് നോക്കിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് ഇവരുടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ ടാഗ് ചെയ്യാം. ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് കുറച്ച് പറഞ്ഞ പോലെ കഴിയാറായിട്ടുണ്ട്. പിന്നെയാണ് ഒരു വീഡിയോ എടുക്കണം എന്നിങ്ങനെ ആലോചിച്ചത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഒഴിച്ചിട്ട്, ഇതിന് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സോഡയാണ്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലും ചെയ്യാം, പക്ഷെ സോഡയിൽ ചെയ്താൽ അടിപൊളിയാട്ടോ. എനിക്ക് സോഡയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇത് ഭയങ്കരമായിട്ട് നമ്മളൊരു സ്മെല്ലിന് തന്നെ നോക്കിലേക്കൊക്കെ അതിൻ്റെ എരിവും ഫ്ലേവറൊക്കെ ഭയങ്കരമായിട്ട് വരും. അപ്പം അതുകൊണ്ട് കുട്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം കുടിച്ച് നോക്കാം, നമുക്ക് ഇപ്പോൾ എരിയും. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ എരിവ് കൊടുക്കാറുണ്ട്, കാരണം ഗ്യാസ് കറക്റ്റ് ഇങ്ങോട്ട് വരും. ആ നെല്ലിക്കയുടെ മണവും കാന്താരിയുടെ സ്പൈസി ഫീലൊക്കെ ആദ്യം മൂക്കിലേക്കാണ് വരും. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്. നോക്കിക്കോന്നില്ലേ, കുറച്ചൊരു ഉപ്പും കൂടി ഇടാം ഇതില്. സ്വീറ്റായിട്ട് ഇത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഈ സോൾട്ട് അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ്. എരിവില്ലേ, ചെറുതായിട്ട് എരിവുണ്ട്. ആൾക്ക് എരിവ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും എരിവ് പ്രശ്നമുള്ളവർക്ക് ഇത് ഇഷ്ടാവില്ല. പക്ഷെ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്.